Good morning, sir. Okay. Good morning. Good morning. ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡിയാണല്ലോ? ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? അതെ. അതായത് റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ആദ്യ ഭാഗം മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. സാധാരണ സെന്റൻസുകൾ നമ്മൾ പ്രസ്താവന രൂപത്തിലുള്ള വാക്യങ്ങൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന് നിയമങ്ങൾ നിങ്ങൾ ഓർക്കണില്ലേ? അതായത് ടെൻസിന് വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ അതിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. എങ്കിലും ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടി വെറുതെ ഒന്ന് പറയാം. സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് ആവുന്നു, പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആവുന്നു, പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറുന്നു, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. ഇപ്പോ അതുപോലെ അപ്പോ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്താണ് നമ്മൾ ഈ റിപ്പോർട്ടഡ് സ്പീച്ചിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന റിപ്പോർട്ടിംഗ് വെർബ്സ്, അതായത് ഇൻട്രോഡക്ടറി വെർബ്. ആദ്യം ഉപയോഗിക്കുന്ന വെർബ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് സെഡ്, ടോൾഡ് എന്നിവയാണ്. സെഡ് എന്ന് പറഞ്ഞാലും പറഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. സേ എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ടോൾഡ് എന്ന് പറഞ്ഞാലും പറഞ്ഞു എന്ന് തന്നെയാണ് അതിന്റെ മീനിങ്. പക്ഷേ സെഡ് എന്നും ടോൾഡ് എന്നും ഉപയോഗിക്കുന്ന സാഹചര്യമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒരാൾ പറഞ്ഞ കാര്യം ഒരാള് മറ്റൊരാളോടാണ് ഒരു കാര്യം പറയുന്നതെങ്കിൽ, അതായത് ഒരാൾ പറഞ്ഞ കാര്യം ഇന്ന ആളോടെന്ന് വ്യക്തമാക്കാത്ത സാഹചര്യത്തിൽ നമ്മൾ സെഡ് എന്നാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം പറയാം. ഗീത സെഡ്, ഗീത പറഞ്ഞു. ആരോടാണ് എന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ. ഗീത സെഡ് ഐ ആം ഗോയിങ് ടു ടൗൺ. ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കാം. ഗീത സെഡ്, ഗീത പറഞ്ഞു. ആരോടാണ് പറഞ്ഞത് എന്നിവിടെ പറയണില്ല. അപ്പോ ഇന്നയാളോട് എന്ന് വ്യക്തമാക്കാത്ത സാഹചര്യത്തിൽ നമ്മൾ സെഡ് എന്ന ഇൻട്രോഡക്ടറി വെർബ് അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് വെർബാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഗീത സെഡ് ഐ ആം ഗോയിങ് ടു ടൗൺ. ആ വാക്യം നമുക്ക് എങ്ങനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റാം? ഗീത സെഡ് ദാറ്റ് ഷീ വാസ് ഗോയിങ് ടു ടൗൺ. അപ്പൊ സെഡ് ഉപയോഗിക്കുന്ന സാഹചര്യം മനസ്സിലാക്കണം. എപ്പോഴാണ് സെഡ് ഉപയോഗിക്കുന്നത്? സെഡ് എന്ന വേർഡ് ഉപയോഗിക്കുന്നത് ഒരാൾ ഒരു കാര്യം പറയുന്നു, അത് ഇന്നയാളോട് എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയാത്ത സാഹചര്യത്തിലാണ് സെഡ് എന്ന് ഉപയോഗിക്കുന്നത്. എന്നാൽ ടോൾഡ് ഉപയോഗിക്കുന്നതോ ഒരാൾ മറ്റൊരാളോട്, അതായത് ഒരാൾ പറയുന്ന കാര്യം കേൾക്കാൻ മറ്റൊരാളുണ്ടെങ്കിൽ, ഒരു കേൾവിക്കാരനുണ്ടെങ്കിൽ, അപ്പോ നമ്മൾ ഉപയോഗിക്കേണ്ടത് ടോൾഡ് എന്നാണ്. എക്സാമ്പിൾ പറയാം. ഈ എക്സാമ്പിൾ തന്നെ നിങ്ങൾ എടുത്ത് നമുക്ക് പറയാം. ഗീത ടോൾഡ് മീ, ഗീത എന്നോട് പറഞ്ഞു. അപ്പോ ഗീത ഞാൻ എന്ന വ്യക്തിയോട് പറഞ്ഞു എന്ന് പറയണമെങ്കിൽ നമ്മൾ ടോൾഡ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഗീത ടോൾഡ് മീ ദാറ്റ് ഷീ വാസ് ഗോയിങ് ടു ടൗൺ. ടോൾഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള മറ്റ് പല ഉദാഹരണം നമുക്ക് പറയാം. ഇപ്പോ മൈ അങ്കിൾ സെഡ് ടു മീ. ഇവിടെ കേൾവിക്കാരനുണ്ടെങ്കിലും സെഡ് എന്ന് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ സെഡിന് ശേഷം ടു എന്ന പ്രപ്പോസിഷൻ ഉണ്ടായിരിക്കണം. ബട്ട് അത് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ സെഡ് ടു എന്നുള്ളത് ടോൾഡ് എന്നാക്കി മാറ്റണം. ഇപ്പൊ മൈ അങ്കിൾ സെഡ് ടു മീ, എന്റെ അങ്കിൾ അമ്മാവൻ എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഐ വിൽ ടേക്ക് യു ടു സിനിമ. ഐ വിൽ ടേക്ക് യു ടു സിനിമ. ഞാൻ നിന്നെ സിനിമയ്ക്ക് പോവും.
ഈ വാക്യം നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ അതെങ്ങനെയായി മാറും? മൈ അങ്കിൾ ടോൾഡ് മീ എന്നാക്കി മാറ്റണം. മൈ അങ്കിൾ ടോൾഡ് മീ ദാറ്റ് ഹി വിൽ എന്നുള്ളത് എന്തായിട്ട് മാറും? വുഡ് എന്നായിട്ട് മാറും. ഹി വുഡ് ടേക്ക്, എന്നോടല്ലേ പറഞ്ഞത്, അപ്പോ മീ എന്ന് തന്നെ ഉപയോഗിച്ചാൽ മതി. മൈ അങ്കിൾ ടോൾഡ് മീ ദാറ്റ് ഹി വുഡ് ടേക്ക് മീ ടു സിനിമ. അതുപോലെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. പൊന്നു ടോൾഡ് സെഡ് ടു മീ. പൊന്നു സെഡ് ടു മീ. I am worried about tomorrow's exam. I am worried about tomorrow's exam. നാളത്തെ പരീക്ഷയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ ആകെ വിഷമിച്ചു പോകും. ഇത് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോ എങ്ങനെയാവും? മൈ അങ്കിൾ പൊന്നു ടോൾഡ് മീ എന്നാക്കി മാറ്റണം. പൊന്നു ടോൾഡ് മീ ദാറ്റ് ഷീ, പൊന്നു അല്ലേ സബ്ജക്റ്റ്, അപ്പോ സബ്ജക്റ്റ് ഒരു തേർഡ് പേഴ്സൺ ആണെങ്കിൽ അത് ഷീ എന്നോ ഹി എന്നോ ഒക്കെ ആയിട്ട് മാറും. അപ്പൊ പൊന്നു ടോൾഡ് മീ ദാറ്റ് ഷീ വാസ്, ഐ ആം വറീഡ് എന്നുള്ളത് എന്തായിട്ട് മാറും? പാസ്റ്റ് ടെൻസ് ആയിട്ട് മാറും. ഷീ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടത് വാസ് എന്നാണ്. ഷീ വാസ് വറീഡ് അബൌട്ട് ടുമോറോ എന്നുള്ളത് എന്തായിട്ട് മാറും? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് ടുമോറോ, the next day. the next day. അതായത് she was worried about the next day's exam. ഇത് നിങ്ങൾക്ക് ഇത് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ സെഡ് അതുപോലെ ടോൾഡ് ഉപയോഗിക്കുന്ന സാഹചര്യം എപ്പോഴാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നാണ്. നമ്മൾ പറയുന്ന കാര്യം ഒരു കേൾവിക്കാരനില്ല എങ്കിൽ സെഡ് എന്നും, ഒരു കേൾവിക്കാരനുണ്ടെങ്കിൽ, ഒരു ഓബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ടോൾഡ് എന്നുമാണ് ഉപയോഗിക്കുന്നത്. അതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഞാൻ നിങ്ങളോട് ഒരു എക്സാമ്പിൾ പറയാം. അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റണം. അപ്പൊ ഇത്രയും കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഓർത്തിരുന്നാലേ അത് വ്യക്തമായിട്ട് പറയാൻ പറ്റൂ. എക്സാമ്പിൾ ഒന്നതാണ്. മീനു സെഡ്, മീനു പറഞ്ഞു. മൈ മദർ സാങ് വെൽ. മൈ മദർ സാങ്, SANG, സാങ് പാടി അല്ലെ? സിംഗിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സാങ്. മൈ മദർ സാങ് വെൽ. ഇത് ഒന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാമോ? ജാസ്മിൻ മാത്രമേ ഉള്ളൂ, പറയൂ. എക്സാമ്പിൾ മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ പറയും? അത് എങ്ങനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റും? Meenu said that her mother. Her mother. ഡയറക്റ്റ് സ്പീച്ചിൽ സാങ് എന്നാണ് തന്നിട്ടുള്ളത്. പാടി, പാസ്റ്റ് ടെൻസ് അല്ലേ? അപ്പൊ നിങ്ങൾ ഓർക്കണം, ഡയറക്റ്റ് സ്പീച്ചിൽ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. അപ്പൊ മീനു സെഡ് ദാറ്റ് ഹർ മദർ, പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായത് നമുക്ക്? ഹാഡ് എന്നുണ്ടായിരിക്കും. ഹാഡ് സങ്, ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഹാഡ് സങ് വെൽ. അപ്പൊ ഇതാണ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങള്. അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഇപ്പൊ സാധാരണ പ്രസ്താവനകൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അടുത്തതാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരാറുണ്ട്. ചോദ്യങ്ങൾ. പക്ഷേ ചോദ്യങ്ങള് ഇംഗ്ലീഷിൽ 2 തരത്തിലുണ്ട്. ഒന്ന് WH ക്വസ്റ്റ്യൻസ്,
മറ്റൊന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. WH ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വേർഡ്സ് ആയിട്ടുള്ള ഹൂ, വാട്ട്, വിച്ച്, വെൻ, വൈ, വേർ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് ഇല്ലേ, ആ ക്വസ്റ്റ്യൻ വേർഡ്സ് കൊണ്ട് തുടങ്ങുന്ന വാക്യങ്ങളെയാണ് നമ്മൾ WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ റിപ്പോർട്ടിംഗ് വെർബ് നമ്മൾ ആസ്ക്ഡ് എന്നാക്കി മാറ്റണം. ആദ്യത്തെ നിയമമാണ് ആസ്ക്ഡ്, ചോദിച്ചു. സാഹചര്യം അനുസരിച്ചിട്ടാണ്. അപ്പോ നോക്കാം, WH ക്വസ്റ്റ്യന്റെ നമ്മളൊരു ചോദ്യം ഉണ്ടാക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ ആ ഘടന നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ വേർഡ് എഴുതുന്നു, പ്ലസ് ഓക്സിലിയറി വെർബ് ആയിരിക്കും. അതായത് ആം, ഈസ്, ആർ, വാസ്, വർ, ക്യാൻ, കുഡ് അങ്ങനെയുള്ള വാക്കുകളായിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്സിലിയറി വെർബ് രണ്ടാമതായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോ ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലിയറി വെർബ്, അതിനുശേഷമാണ് പ്ലസ് സബ്ജക്ട് ഉപയോഗിക്കുന്നത്. അപ്പോ വാട്ട് ആർ യു ഡൂയിങ്, ഞാൻ ചോദിക്കുകയാണ് വാട്ട് ആർ യു ഡൂയിങ്. ആ ക്വസ്റ്റ്യന്റെ ഘടന നോക്കിയാൽ നിങ്ങൾ ആദ്യം വാട്ട്, അതിനുശേഷം ആർ എന്ന ആ ഓക്സിലിയറിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, പ്ലസ് സബ്ജക്ട് യു അതിനുശേഷമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോ ഒരു WH ക്വസ്റ്റ്യന്റെ ആ സ്ട്രക്ചർ അല്ലെങ്കിൽ പാറ്റേൺ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ആ പാറ്റേൺ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ആ സ്ട്രക്ചറും മാറും. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയണത്. അപ്പൊ ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലിയറി വെർബ് പ്ലസ് സബ്ജക്ട് എന്നാണ് ചോദ്യത്തിന്റെ ഘടന. പക്ഷേ അത് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ വേർഡ് അങ്ങനെ തന്നെ എടുത്തെഴുതാം. അതിനുശേഷം സബ്ജക്റ്റ് ആയിരിക്കണം. സാധാരണ പോലെ തന്നെ ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് വെർബ്, സബ്ജക്ട് പ്ലസ് ഓക്സിലിയറി വെർബ് എന്ന ആ രീതിയിലായിരിക്കും. ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നോക്കാം, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഹി ആസ്ക്ഡ് മീ, സോറി, ദ ടീച്ചർ സെഡ് ടു മീ. ദ ടീച്ചർ സെഡ് ടു മീ, ടീച്ചർ എന്നോട് പറഞ്ഞു. വാട്ട് ആർ യു ഡൂയിങ്, നിങ്ങൾ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വാക്യം നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ സെഡ് ടു എന്നുള്ളത് എന്താക്കി മാറ്റണം, ആസ്ക്, ചോദിച്ചു എന്നാക്കി. അപ്പോ ഞങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി, ദ ടീച്ചർ ആസ്ക്ഡ് മീ. ആസ്ക്ഡ് കഴിഞ്ഞാൽ പിന്നെ പ്രപ്പോസിഷൻ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, ടു എന്നൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ദ ടീച്ചർ ആസ്ക്ഡ് മീ, ടീച്ചർ എന്നോട് ചോദിച്ചു. അതിനുശേഷം അവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡിലെ അത് അങ്ങനെ തന്നെ എടുത്തെഴുതാം, ദാറ്റ് എന്ന് ചേർക്കേണ്ടതില്ല. WH ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ദാറ്റ് എന്ന് ചേർക്കരുത്. അപ്പോ ദ ടീച്ചർ ആസ്ക്ഡ് മീ വാട്ട്. വാട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സബ്ജക്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ നേരിട്ട് നമുക്ക് ടീച്ചർ എന്നോടല്ലേ ചോദിച്ചത്, അപ്പോ ഞാൻ എന്ന സബ്ജക്റ്റ് ഉപയോഗിക്കണം. ഞാൻ വാട്ട്, വാട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ന സബ്ജക്റ്റിൽ ഉപയോഗിക്കേണ്ടത്. കാരണം വാട്ട് ഐ, അതിനുശേഷമേ ഓക്സിലിയറി ഉപയോഗിക്കാൻ പാടുള്ളൂ. കേട്ടാ, വാട്ട് ആർ യു ഡൂയിങ് എന്നാണ് ചോദ്യം. അത് ആർ പ്ലസ് ING, അതായത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അതിനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. അതായത് വാസ് ഓർ വെർ പ്ലസ് ING എന്നായിട്ട് മാറും. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും, ദ ടീച്ചർ ആസ്ക്ഡ് മീ വാട്ട് ഐ വാസ് ഡൂയിങ്. ദ ടീച്ചർ ആസ്ക്ഡ് മീ വാട്ട് ഐ വാസ് ഡൂയിങ്. ഇപ്പൊ WH ക്വസ്റ്റ്യന്റെ ഘടന ആദ്യം മനസ്സിലാക്കാം.
ആ ഘടനയാണ് നിങ്ങൾ മനസ്സിലാക്കി നമുക്കറിയാവുന്നതാണത്. ക്വസ്റ്റ്യൻ വേർഡ്, അതിനുശേഷം ഓക്സിലിയറി വെർബ്, ആമീസ് ആർ അങ്ങനെയുള്ള ഓക്സിലിയറീസ്, അതിനുശേഷം സബ്ജക്റ്റ് കേട്ടോ. പിന്നെ ഓക്സിലിയറി സബ്ജക്റ്റിന് ശേഷമാണ് ബാക്കിയുള്ള ഭാഗം വരുന്നത്. ING ഫോം ഒക്കെ ഉണ്ടെങ്കിൽ വരണപ്പോഴായിരിക്കും. അത് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ആ ഘടനയിൽ മാറ്റം വരും. ക്വസ്റ്റ്യൻ വേർഡ് അങ്ങനെ തന്നെ എടുത്തെഴുതാം. അതിനുശേഷം സബ്ജക്റ്റ് ആയിരിക്കണം, അതിനുശേഷമേ ഓക്സിലിയറി എഴുതാവൂ. ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. He told me. He told me. അവൻ എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? Why did you insult my brother? Why did you insult my brother? ഇവിടെ നോക്കിയേ, why കഴിഞ്ഞാൽ പിന്നെ എന്താണ്? did എന്ന ഓക്സിലിയറി ആണ്, പ്ലസ് യു എന്ന സബ്ജക്റ്റ് ആണ്, അതിനുശേഷം ഇൻസൾട്ട് എന്ന വെർബ് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പൊ why did you insult my brother? ഈ വാക്യം നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് എങ്ങനെ മാറ്റും? said to എന്നുള്ളത് asked എന്നാക്കി മാറ്റാം. He asked me എന്നെഴുതാം. told me എന്നല്ലേ? told me എന്നാണ് പറഞ്ഞത്. ടോൾഡ് എന്നുള്ളത് ചോദ്യമായതുകൊണ്ട് നമ്മൾ എന്താക്കി മാറ്റണം? ആസ്ക് എന്നാക്കി മാറ്റണം, അല്ലേ? സെൻഡ് ടു മീ എന്നോ ടോൾഡ് മീ എന്താണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിംഗ് വെർബ് അല്ലെങ്കിൽ ഇൻട്രോഡക്ടറി വെർബ് നിങ്ങൾ ആസ്ക് എന്നാക്കി മാറ്റണം, അല്ലെങ്കിൽ എൻക്വയർഡ് എന്നാക്കി മാറ്റണം. അപ്പൊ എങ്ങനെ എഴുതും? He asked me why എന്ന് അങ്ങനെ തന്നെ എഴുതിക്കൊള്ളണം. ക്വസ്റ്റ്യൻ വേർഡ് എഴുതിക്കൊള്ളണം. why കഴിഞ്ഞാൽ പിന്നെ സബ്ജക്റ്റ്. ഇവിടെ ഏത് സബ്ജക്റ്റ് ആയിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? അവൻ എന്നോടാണ് ചോദിച്ചത്, അല്ലേ? അവൻ എന്നോട് ചോദിച്ചു. അപ്പോ why കഴിഞ്ഞാലുള്ള സബ്ജക്റ്റ് ഏതായിരിക്കും? ഞാൻ എന്നായിരിക്കില്ലേ? why I. ഇനി അടുത്ത ടെൻസ് നിങ്ങൾ ഉപയോഗിക്കുന്ന ടെൻസ് വെർബ് ഏതായിരിക്കും? അവിടെ ശ്രദ്ധിക്കുക, ഡയറക്റ്റ് സ്പീച്ചിലേക്ക് നോക്കിയേ. why did you insult? did എന്ന് കണ്ടാൽ മനസ്സിലാക്കുക അത് പാസ്റ്റ് ടെൻസ് ആണ്. ഡയറക്റ്റ് സ്പീച്ചിൽ പാസ്റ്റ് ടെൻസ് ആണ്. അത് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. അതായത് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് മാറും. എങ്ങനെ എഴുതും? He asked me why I had HAD had. കാരണം ഹാഡ് ചേർക്കാൻ കാരണം പാസ്റ്റ് പെർഫെക്റ്റ്. He asked me why I had. ഹാഡ് കഴിഞ്ഞാൽ പിന്നെ വെർബ് ഉപയോഗിക്കാം. ഇൻസൾട്ടഡ്. മൈ ബ്രദർ എന്നുള്ള എന്തായിട്ട് മാറും? ഹിസ് ബ്രദർ. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. He asked me why I had insulted his brother. അടുത്ത ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. Where can I buy that book? Where can I buy that book? The boy said. ഇൻട്രോഡക്ടറി വെർബ് അവസാന രണ്ടാമത്തെ ഭാഗത്ത് അവസാനവും തരാം, ആദ്യവും തരാം. Where can I buy that book? The boy said. ആ കുട്ടി പറഞ്ഞു, ആ ബുക്ക് അല്ലെങ്കിൽ ആ പുസ്തകം എനിക്ക് എവിടെ നിന്ന് വാങ്ങാൻ കഴിയും? ഈ വാക്യം ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോ നിങ്ങൾ ആദ്യം സബ്ജക്റ്റ് എഴുതി കൊള്ളണം. എന്തെഴുതും? The boy asked. ഇനി എന്തെഴുതും? Where he
can എന്നുള്ളത് എന്തായിട്ട് മാറും? Could. Could. Where he could buy that book. ഇവിടെ ദാറ്റ് മിസ്സായി മാറില്ല. നമുക്ക് ചോദ്യത്തിൽ ദാറ്റ് എന്നാണ് തന്നിട്ടുണ്ടെങ്കിൽ ഉത്തരത്തിലും ദാറ്റ് എന്ന് തന്നെ ആയിരിക്കും. The boy asked where he could buy that book. ഉണ്ടോ? അടുത്ത ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം, പറഞ്ഞു നോക്കാം, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. How do you feel this morning? How do you feel this morning? He asked me. He asked me. അവൻ എന്നോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? How do you feel this morning? ഇന്ന് രാവിലെ എങ്ങനെയാണ്? സുഖമാണോ? എങ്ങനെയാ നമ്മളത് ഇൻഡയറക്റ്റിലേക്ക് മാറ്റും? പറയൂ. He asked me. He asked me എന്ന് ആദ്യം എഴുതണം. How എന്ന ക്വസ്റ്റ്യൻ വേർഡ് ഉടനെ എഴുതിക്കൊള്ളണം. How എന്നോടല്ലേ ചോദിച്ചത്? ഞാൻ How does I feel this morning? അല്ല, the boy asked me how. How കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് എഴുതണം? സബ്ജക്റ്റ് എഴുതിക്കൊള്ളണം. How I how I feel this. how I കഴിഞ്ഞാൽ പിന്നെ നോക്കുക, ചോദ്യത്തില് how do you feel എന്നല്ലേ? How do you feel പ്രസന്റ് ടെൻസ് ആണ്, സിമ്പിൾ പ്രസന്റ് ആണ്. അത് സിമ്പിൾ പാസ്റ്റ് ആക്കി മാറ്റണം. അതായത് ഫീൽ എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം. അവിടെ ഓക്സിലിയറി ഒന്നും വേണ്ട. He asked me how I felt. ഇവിടെ this morning എന്നുള്ളത് that എന്നാക്കി മാറും. He asked me how I felt that morning. കണ്ടോ? അടുത്ത ഒരു എക്സാമ്പിൾ കൂടി പറയാം. What do you want? He said to the stranger. He said to the stranger. അവൻ അപരിചിതനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? What do you want? എങ്ങനെ പറയും? പറയാം. He asked the stranger. No, he asked the stranger. What? സ്ട്രെയിഞ്ചറോടല്ലേ ചോദിച്ചത്? സ്ട്രെയിഞ്ചർ. What he do you want എന്നുള്ളത് പ്രസന്റ് ടെൻസ് ആണ്. ഡു എന്ന് കണ്ടാലും ഡസ് എന്ന് കണ്ടാലും പ്രസന്റ് ടെൻസ് ആയിരിക്കും. അത് പാസ്റ്റ് ടെൻസ് ആക്കി മാറ്റണം. അതായത് വാണ്ട് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം. wanted. അപ്പോ he asked the stranger what he wanted. അടുത്ത ഇതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ നിങ്ങളോട് വേറെ പറയണം. Tom asked the stranger. Tom asked the stranger. Tom സ്ട്രേഞ്ചറോട് ചോദിച്ചു. Where did you go? ഡയറക്റ്റ് സ്പീച്ചില് ടെൻസ് ഏതാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഉദാഹരണങ്ങളാണ് ഈ പറയുന്നത്. Tom asked the stranger. Tom അപരിചിതനോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? Where did you go? നിങ്ങൾ എവിടെയാണ് പോയത്? ഇതൊന്ന് റിപ്പോർട്ട് ചെയ്തേ നിങ്ങൾ. ചെയ്യാമോ? ജാസ്മിൻ. Tom asked the stranger. Where he
ഇവിടെ ഡിഡ് എന്നല്ലേ ചോദ്യത്തില്, അത് പാസ്റ്റ് ടെൻസ് ആണ്. അതെന്തായിട്ട് മാറും? പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ടോം ആസ്ക്ഡ് ദ സ്ട്രേഞ്ചർ where he had had gone. gone. Where he had gone. എന്താ നെക്സ്റ്റ് അടുത്തൊരു എക്സാമ്പിൾ കൂടി നിങ്ങളോട് പറയാം. പ്രിയ said to me. പ്രിയ said to me. പ്രിയ എന്നോട് പറഞ്ഞു. Why are you working so hard? Why are you working so hard? ഒന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി പറയാമോ? എങ്ങനെ പറയും? Priya asked me why. വൈ കഴിഞ്ഞാൽ പിന്നെ സബ്ജക്റ്റ് ഉപയോഗിക്കണം. പ്രിയ ആസ്ക്ഡ് മീ, എന്നോട് എന്ന മീ എന്നാണെങ്കിൽ, ഓബ്ജക്റ്റ് മീ എന്നാണെങ്കിൽ അത് ഐ എന്നായിട്ട് മാറും. അപ്പൊ പ്രിയ ആസ്ക്ഡ് മീ വൈ I was വർക്കിംഗ് so hard. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്താണ് നമുക്ക് അത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഏത് ചോദ്യം വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഒന്ന് രണ്ട് എക്സാമ്പിൾ കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, നിങ്ങളോട് പറയാം. നോക്കാം. He said, പറയാൻ ശ്രമിക്കുക ഞങ്ങള്. He said, how many brothers have you? He said, how many brothers have you? അല്ലെങ്കിൽ അപ്പൊ he said to me എന്ന് തന്നെ ആയിക്കോട്ടെ. He said to me, how many brothers have you? എങ്ങനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റും? വേഗത്തിൽ പറയണം, ആലോചിച്ചിട്ട്. He asked me how many brothers കഴിഞ്ഞ പിന്നെ മീ എന്നല്ലേ ഒബ്ജക്റ്റ്. I have എന്നുള്ളത് എന്തായിട്ട് മാറും? had എന്നായിട്ട് മാറും. He asked me how many brothers I had. അപ്പോ അടുത്തൊരു എക്സാമ്പിൾ കൂടി പറയാം. Why don't you get vaccinated? Why don't you get vaccinated? നിങ്ങൾ എന്താണ് വാക്സിനേഷൻ എടുക്കാത്തത്? The doctor asked. ഡോക്ടർ ചോദിച്ചു. ഡോക്ടർ എന്നോട് ചോദിച്ചു എന്നാക്കി മാറ്റാം. എങ്ങനെ എഴുതും വാക്യം? The doctor asked me why I അല്ലേ? വൈ കഴിഞ്ഞാൽ പിന്നെ സബ്ജക്റ്റ് അല്ലേ ഉപയോഗിക്കണ്ട. വൈ ഐ ചോദ്യത്തില് ഡോണ്ട് ഡൂവിന്റെ നെഗറ്റീവ് ഫോം ആണ്. ഡു എന്ന് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക അത് പ്രസന്റ്, സിമ്പിൾ പ്രസന്റ് ആണെന്ന്. അത് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോ എന്താവും? സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറും അല്ലേ? അപ്പൊ the doctor asked me why I കഴിഞ്ഞാൽ പിന്നെ പാസ്റ്റ് ടെൻസ് എഴുതണം. ഡൂവിന്റെ പാസ്റ്റ് ടെൻസ് ഏതാണ്? ഡിഡ്. ഇവിടെ ഡോണ്ട് എന്നാണ് ചോദ്യത്തില്. അപ്പൊ ഉത്തരത്തിൽ നമ്മള് നെഗറ്റീവ് ആയിരിക്കണം. വൈ ഐ ഡിഡ്ന്റ് get vaccinated. Have or get plus past subject plus past participle എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട്. ഇപ്പൊ ഞാൻ പറയാണ്, നമ്മള് മുടി വെട്ടാൻ പോകുമ്പോ ഞാൻ മുടി വെട്ടിച്ചു എന്നല്ലേ പറയൂ? ഞാൻ മുടി വെട്ടി എന്ന് നമ്മൾ എങ്ങനെ പറയും ഇംഗ്ലീഷില്? ഞാൻ എന്റെ മുടി വെട്ടി. I had
I cut my hair. അല്ലേ? I cut my hair എന്നാണ്. ഞാൻ മുടി വെട്ടി എന്ന് പറയുകയാണെങ്കിൽ I cut my hair. പക്ഷേ ഞാൻ എന്റെ മുടി വെട്ടിച്ചു, ഞാൻ മറ്റൊരാളെ എംപ്ലോയ് ചെയ്തിട്ട് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ച്, ഞാൻ മുടി വെട്ടിച്ചു എന്ന് നമ്മൾ അങ്ങനെ ഇംഗ്ലീഷിൽ പറയും? രണ്ട് രീതി പറയാം. I have got my hair cut. അല്ലെങ്കിൽ I got my hair cut. അതുപോലെ ഞാൻ എന്റെ വാച്ച് നന്നാക്കിച്ചു. ഞാൻ വാച്ച് നന്നാക്കി എന്ന് പറഞ്ഞാൽ I repaired the watch എന്ന് നമ്മൾ പറഞ്ഞാൽ മതി. പക്ഷെ ഞാൻ വാച്ച് നന്നാക്കിച്ചു എന്ന് നമ്മൾ എങ്ങനെ പറയും? I got my watch repaired. Yes, I got my watch repaired. അപ്പൊ അത്രയൊരു വ്യത്യാസം അതിനുണ്ട്. ഉണ്ടോ? ഞങ്ങൾ ഒരു പുതിയ വീട് പണിയിച്ചു. ആ സ്ട്രക്ചറാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഞങ്ങൾ ഒരു പുതിയ വീട് പണിയിച്ചു. We got our house. A new house. We got a new house built. BUILT. ഞങ്ങളൊരു പുതിയ വീട് നിർമ്മിച്ചു എന്നാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, we built a new house. ഞങ്ങള് പുതിയ വീട് പണിയിച്ചു, അതായത് മറ്റുള്ള ആളുകളെ എംപ്ലോയ് ചെയ്തുകൊണ്ട് നമ്മൾ പണിയിച്ചു എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ സ്ട്രക്ചറാണ് ഉപയോഗിക്കേണ്ടത്. ഹാവ് ഗോട്ട് പ്ലസ് ഓബ്ജക്ട് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഏതാശയം വേണമെങ്കിലും നമുക്ക് അതുപോലെ പറയാവുന്നതാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ പറഞ്ഞ ഉദാഹരണം അതാണ്. He asked him or he said to him. For example കൂടി പറയാം. Where can I get an application for? He asked him. അല്ലെങ്കിൽ he asked her എന്നാക്കി മാറ്റാം. അവൻ അവളോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? Where can I get an application for? എനിക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം എവിടെ നിന്ന് കിട്ടും? ഒന്ന് ഇൻഡയറക്റ്റിലേക്ക് മാറ്റി മാറ്റാമോ? He asked her he asked her where he could where she could get the application. Get an application form. Very good. അതുപോലെ നിങ്ങൾ കുറെ എക്സാമ്പിൾ പറയണം, അതാണ് വേണ്ടത്. അപ്പോ ഷീ ആസ്ക്ഡ് മീ, ഞാൻ പറയാം, രണ്ടോ എക്സാമ്പിൾ പറയാം, നിങ്ങൾ പെട്ടെന്ന് പറയാൻ ശ്രമിക്കുക. ഷീ ആസ്ക്ഡ് മീ when will you come home? He asked me when will you come home? ഇങ്ങനെ പറയും. He asked me when I will എന്നുള്ളത് എന്തായിട്ട് മാറും? When I would come home. ഉണ്ടോ? അതുപോലെ ഏത് വേണമെങ്കിലും വാക്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാം. ഇതുപോലെ she asked me how are you? She asked me, അവൾ എന്നോട് ചോദിച്ചു how are you? ഒന്ന് പറഞ്ഞേ. She asked me how I was. How I was. Very good. അടുത്ത എക്സാമ്പിൾ കൂടി പറയട്ടാ. രണ്ടു മൂന്ന് എക്സാമ്പിൾ കൂടി പറഞ്ഞ് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് ഇറങ്ങാം. The headmaster asked Jasmine. The headmaster asked Jasmine, when are you going home? When are you going home? ഒന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ പറഞ്ഞേ. The headmaster asked
Jasmine. Jasmine. When I was going to. No. Headmaster asked Jasmine. When ജാസ്മിനോടല്ലേ ചോദിച്ചത്? ജാസ്മിൻ പറയുമ്പോ ഐ എന്ന് പറയാം. ബട്ട് ഞാനാണത് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തേ പറയാൻ പറ്റൂ? വെൻ ഷീ എന്നല്ലേ പറയാൻ പറ്റൂ അല്ലെ? ജാസ്മിൻ ഫെമിനിൻ ജെൻഡർ ആയതുകൊണ്ട് നമ്മൾ ഷീ ഉപയോഗിക്കുക. വെൻ ഷീ വാസ് ഗോയിങ് ഹോം അല്ലെ? അതുപോലെ ഹി ആസ്ക്ഡ് ഹർ വൈ ആർ യു ക്രൈയിങ്. He asked her, why are you crying? എങ്ങനെ പറയും? She asked her why I was. No. She asked her. അവളോടാണ് ചോദിച്ചത്. ഒബ്ജക്റ്റ് her എന്നാണെങ്കിൽ ഉപയോഗിക്കും ഷീ എന്നല്ല ഉപയോഗിക്കേണ്ടത്. She was. Why she was crying. Why she was crying. ഒരു എക്സാമ്പിൾ കൂടി പറയാം, എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. She asked me. അവൾ എന്നോട് ചോദിച്ചു. Where is your sister studying? Where is your sister studying? എങ്ങനെ എഴുതും നമ്മളത്? പറയാം. She asked me where her sister. എന്നോടാണ് ചോദിച്ചത് അല്ലേ? അല്ലെ? ഞാൻ എന്നുള്ളതിനാണ് പ്രാധാന്യം. Where is your sister studying എന്നുള്ളത് നമ്മൾ എന്തായിട്ട് മാറ്റും? Your. My sister. അവൾ എന്നോടാണ് ചോദിച്ചത്. എന്റെ സിസ്റ്റർ അല്ലേ? എന്റെ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ my sister. Where my sister is എന്തായിട്ട് മാറും? Verb was. Where my sister was studying. ഇതാ അത് നിങ്ങൾ ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോ ഇപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് WH ക്വസ്റ്റ്യൻസ് ആണ് റിപ്പോർട്ട് ചെയ്യാൻ പഠിച്ചത്. അപ്പൊ അതിന്റെ ആ ഘടന നിങ്ങൾ മനസ്സിലാക്കാം. WH ക്വസ്റ്റ്യൻ, അങ്ങനെയുള്ള ക്വസ്റ്റ്യന്റെ ഘടന ആദ്യം ക്വസ്റ്റ്യൻ വേർഡ്, പിന്നെ ഓക്സിലിയറി പ്ലസ് സബ്ജക്ട് പ്ലസ് ഡാഷ്. അത് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ഇൻവേർഷൻ സംഭവിക്കും. അതായത് സബ്ജക്റ്റും വെർബും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ പിന്നെ സബ്ജക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്, അതിനുശേഷം ഓക്സിലിയറി ഉപയോഗിക്കാവൂ. അത് നിങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ഒരു തരം ക്വസ്റ്റ്യൻ ആണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് എന്നോ നോ എന്നോ ഉത്തരം പറഞ്ഞാൽ തൃപ്തിപ്പെടാവുന്ന ചോദ്യങ്ങളെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മളോട് ഒരാളൊരു കാര്യം ചോദിക്കുകയാണ്, നമ്മൾ ആ ചോദ്യത്തിന് യെസ് എന്ന് മാത്രം അല്ലെങ്കിൽ നോ എന്ന് മാത്രം ഉത്തരം പറഞ്ഞാൽ ചോദിച്ച ആൾ തൃപ്തനാവും. അങ്ങനെയുള്ള ചോദ്യങ്ങളെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് അതിന്റെ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയണത് ഡു, ഡസ്, ഡിഡ് എന്നിങ്ങനെയുള്ള വാക്കുകൾ, ഹാവ്, ഹാസ്, ഹാഡ് ഇങ്ങനെയുള്ള ഓക്സിലിയറീസ് വെച്ചിട്ടായിരിക്കും അങ്ങനെയുള്ള വാക്യങ്ങൾ ഉണ്ടാക്കും. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ ഓക്സിലിയറി ഉപയോഗിച്ചിട്ടാണ്. ഞാൻ ചോദിക്കുകയാണ്, ആർ യു സ്റ്റഡിയിങ് ജാസ്മിൻ? യെസ് എന്ന് മാത്രം പറഞ്ഞാൽ മതി, വേറെ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഞാൻ തൃപ്തനായി, കാരണം എനിക്ക് മനസ്സിലായി ജാസ്മിൻ പഠിക്കുകയാണ്.
ഉണ്ടോ? അപ്പൊ അവിടെ ആർ എന്ന ആർ യു സ്റ്റഡിയിങ്, ആർ പ്ലസ് ഓക്സിലിയറി കഴിഞ്ഞാൽ പിന്നെ സബ്ജക്റ്റ്, പിന്നെ വെർബിന്റെ ബാക്കി ഭാഗങ്ങൾ. ഏത് ചോദ്യം വേണമെങ്കിലും ഇപ്പൊ ആർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് അല്ലെ. ഇപ്പൊ ഈസ് വെച്ച് നമുക്ക് അതുപോലെ പറയാം. ഈസ് ഷീ ലേണിംഗ് ഫ്രഞ്ച്? ഈസ് ഷീ ലേണിംഗ് ഫ്രഞ്ച്? അവൾ ഫ്രഞ്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാലും യെസ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ യെസ്, പഠിക്കണില്ല എങ്കിൽ നോ എന്ന് പറയാം. വേറെ ഒരു അതിനുശേഷം നമ്മൾ ഒരു സെന്റൻസ് പോലും പറയണ്ട. അതായത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ യെസ് എന്നോ നോ എന്നോ ഉത്തരം പറഞ്ഞാൽ തൃപ്തിപ്പെടാവുന്ന ചോദ്യങ്ങളാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റാം നോക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയുന്നു. The headmaster asked the students. അവിടെ ഈ മാസ്ക് നേരത്തെ പറഞ്ഞ ആ ആസ്ക് സെറ്റ് ടു എന്നൊക്കെ ആണെങ്കിൽ ആസ്ക് എന്നാക്കി മാറ്റണം. ഞാനിപ്പോ ഡയറക്റ്റ് ആയിട്ട് പറയാൻ മാത്രമേ ഉള്ളൂ. The headmaster asked the students. ഹെഡ്മാസ്റ്റർ വിദ്യാർത്ഥികളോട് ചോദിച്ചു. ചോദ്യം ഇതാണ്, ഹാവ് യു എവർ സീൻ എ വൈറ്റ് എലിഫന്റ്? ഹാവ് യു എവർ സീൻ? എവർ സീൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? എ വൈറ്റ് എലിഫന്റ്. നിങ്ങൾ വെള്ള ആനയെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഹാവ് യു എവർ സീൻ എ വൈറ്റ് എലിഫന്റ്? ഈ വാക്യം നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കുക. ആദ്യം നേരത്തെ ചെയ്തതുപോലെ തന്നെ ദ ഹെഡ് മാസ്റ്റർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ്. അതങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്ത് എഴുതാം. ദ ഹെഡ് മാസ്റ്റർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ദാറ്റ് എന്നുള്ളതിന് പകരമായി ഇഫ് എന്നോ വെദർ എന്നോ ആണ് ഉപയോഗിക്കുന്നത്. വെദറിന്റെ സ്പെല്ലിംഗ് WHETHER ആണ് വെദർ. WEATHER വെദർ വേറെ ഉണ്ട്, അത് കാലാവസ്ഥ. ഇപ്പൊ ഇവിടെ നിങ്ങൾ ഇഫ് ഉപയോഗിച്ചാൽ മതി. ഈ വാക്യം എങ്ങനെ എഴുതാം? ദ ഹെഡ് മാസ്റ്റർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് ഇഫ് അല്ലെങ്കിൽ വെദർ. വിദ്യാർത്ഥികളോടല്ലേ ചോദിച്ചത്, അവരോടല്ലേ ചോദിച്ചത്. അപ്പൊ അവർ എന്നതിന് സമാനമായ ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. വെദർ ദേ. ഇവിടെയും ശ്രദ്ധിക്കേണ്ട, വെദർ കഴിഞ്ഞാൽ പിന്നെ സബ്ജക്റ്റ്, അതിനുശേഷമേ ഓക്സിലിയറി ഉപയോഗിക്കാവൂ. ചോദ്യത്തിൽ എന്താണ്? ഹാവ് യു എവർ സീൻ? ഹാവ് എന്ന് കണ്ടാൽ മനസ്സിലാക്കുക അത് പ്രസന്റ് പെർഫെക്റ്റ് ആണെന്ന്. അപ്പൊ നമ്മൾ ഹാഡ് എന്നാക്കി മാറ്റണം. എന്താവും? ദ ഹെഡ് മാസ്റ്റർ asked the students whether they had ever seen a white elephant. എഴുതി വെക്കാം. The headmaster asked the students whether they had ever seen a white elephant. The teacher said to me. ഞാൻ അടുത്തൊരു എക്സാമ്പിൾ പറയാം. The teacher said to me. ടീച്ചർ എന്നോട് പറഞ്ഞു. Have you done your homework? Have you done your homework? എങ്ങനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റാം? പറയാം. The teacher asked me whether I had done my homework. Very good. Hello. Tom asked me. Tom എന്നോട് ചോദിച്ചു. Will you come and play with me? Will you come and play with me? Tom എന്നോട് ചോദിച്ചു. Will you come and play with me? എന്റെ ഒപ്പം വന്ന് കളിക്കോ?
എങ്ങനെ ഈ വാക്യം നമുക്ക് ഇൻഡയറക്റ്റിലേക്ക് മാറ്റാം? എങ്ങനെ പറയും? ടോം asked me whether I I would will എന്തായിട്ട് മാറും? would whether I would come and play with him. ഇവിടെ കം എന്നുള്ളത് ഇവിടെ ഗോ എന്നായിട്ട് മാറും. ചില സാഹചര്യങ്ങളിൽ അങ്ങനെ സംഭവിക്കും. സോറി, ടോം ആസ്ക്ഡ് മീ whether I would go and play with him. him എന്നായിട്ട് മാറില്ലേ? me എന്നുള്ള him എന്നായിട്ട് മാറും. ഓക്കെ, ഇങ്ങനെയാണ് സാധാരണ ഈ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് റിപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെയാണ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ദാറ്റ് എന്ന കൺജങ്ഷന് പകരമായിട്ട് എന്ത് ഉപയോഗിക്കും? if or whether എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഞാനപ്പോ അടുത്ത ഒരു എക്സാമ്പിൾ നിങ്ങളോട് ചോദിക്കാം. മൃദുല said to me. മൃദുല said to me, are you interested in films? Are you interested in films? നിങ്ങൾക്ക് സിനിമയിൽ താല്പര്യമുണ്ടോ? എങ്ങനെ എഴുതും നമ്മൾ ഈ വാക്യം? മൃദുല asked me whether if or whether I past tense ആവട്ടെ. കാരണം ആർ യു ഇൻട്രസ്റ്റഡ് എന്നാണ് ചോദ്യത്തില്, അത് പ്രസന്റ് ടെൻസ് ആണ്. whether I was interested in films. ഉണ്ടോ? അപ്പൊ ഇഫ് എന്നോ വെതർന്നോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. Are you ready? Ask the teacher. Are you ready, children? Ask the teacher. എങ്ങനെ നമ്മളത് ഇൻഡയറക്റ്റിലേക്ക് മാറ്റും? Are you ready, children? Ask the teacher. എങ്ങനെ പറയും? The teacher asked. ആരോടാ ചോദിച്ചത്? ചിൽഡ്രൻ അല്ലേ? ഓബ്ജക്ട് നമ്മൾ ചിൽഡ്രൻ. The teacher asked the children. പറയൂ. whether അവരെ ചോദിച്ചത് whether they was ready. they was എന്ന് പറയരുത്, they പ്ലൂരൽ ആണ്, അതുകൊണ്ട് നമ്മൾ were എന്ന് ഉപയോഗിക്കാവൂ. whether they were ready. ഉണ്ടോ? അങ്ങനെയുള്ള ചോദ്യങ്ങള് നിങ്ങള് രാജു said to me. അല്ല, സോറി, രാജു said to him. രാജു അവനോട് പറഞ്ഞു. Are you a clever boy? Are you a clever boy? എങ്ങനെ എഴുതും? രാജു asked him whether അവനോടല്ലേ ചോദിച്ചത്? whether he was a clever boy. ഇത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കുറച്ച് ഗ്രാമർ ഭാഗങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് അതിനുശേഷം എന്റെ കോൺവെർസേഷൻ മെത്തേഡിലേക്ക് കിടക്കാം. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ
അടിസ്ഥാനമാണ്, അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ WH ക്വസ്റ്റ്യൻസും SOR/NO ക്വസ്റ്റ്യൻസും റിപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. Whenever you report an SOR/NO question, add if or whether as conjunction. If എന്നോ whether എന്നോ ആണ് നമ്മൾ കൺജങ്ഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. നോക്കാം, മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോ ഡയറക്റ്റ് സ്പീച്ചിൽ ക്യാൻ എന്നാണെങ്കിൽ ഇൻഡയറക്റ്റിൽ എന്തായിട്ട് മാറും? ഫുഡ് എന്നായിട്ട് മാറും. മേ എന്നാണെങ്കിൽ മൈറ്റ് ആയിട്ട് മാറും. ഹാസ് ഓർ ഹാവ് എന്നാണെങ്കിൽ ഹാഡ് എന്നായിട്ട് മാറും. എന്താ? മസ്റ്റ് എന്നാണെങ്കിൽ ഹാഡ് ടു എന്നായിട്ട് മാറും. ശ്രദ്ധിക്കാതെ, മസ്റ്റിന്റെ പാസ്റ്റ് ടെൻസ് ഇല്ല. മസ്റ്റിന്റെ ഏതാണ്ട് പാസ്റ്റ് ടെൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഹാഡ് ടു എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്താണ് ചില വാക്കുകളില് ചില സെന്റൻസുകൾ ലെറ്റ് അല്ലെ ലെറ്റസ് എന്ന് ഉപയോഗിച്ചുകൊണ്ടുള്ള വാക്യങ്ങളുണ്ട്. അവയെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം എന്നാണ് അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ ലെറ്റ് ഓർ ലെറ്റസ് എന്ന് ഉപയോഗിക്കുന്നത് ഒരു നിർദ്ദേശത്തെയോ അല്ലെങ്കിൽ ഒരു പ്രപ്പോസലിനെയോ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള വാക്യങ്ങൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് പ്രപ്പോസ്ഡ് അല്ലെങ്കിൽ സജസ്റ്റഡ് എന്നൊക്കെ ആക്കി മാറ്റാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. I said to my mother. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ലെറ്റ് മീ ഡു ദ വർക്ക്. ഞാൻ ആ ജോലി ചെയ്യട്ടെ. ഈ വാക്യം നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതിയാൽ മതി? ഞാൻ ആ ജോലി ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നിർദ്ദേശമൊന്നുമല്ല. അപ്പൊ നിങ്ങൾ ടോൾഡ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഐ ടോൾഡ് മൈ മദർ. കഴിഞ്ഞാൽ പിന്നെ ലെറ്റിന് മുന്നിലായിട്ട് ടു എന്ന് ചേർക്കാം. ഐ ടോൾഡ് മൈ മദർ ടു ലെറ്റ് മീ ഡു ദ വർക്ക്. അങ്ങനെ എഴുതിയാൽ മതി. ചെയ്യണം. ലെറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള വാക്യങ്ങള് സാധാരണഗതിയിൽ നമ്മൾ ടു ലെറ്റ് എന്നാക്കി മാറ്റി വാക്യം എഴുതാവുന്നതാണ്. ഫാദർ സെഡ് ടു മദർ. അച്ഛൻ അമ്മയോട് പറഞ്ഞു. ലെറ്റ് മീ ഡു ദ ക്ലീനിങ്. ക്ലീനിങ് ഞാൻ ചെയ്യട്ടെ. ഈ വാക്യം നമ്മൾ അങ്ങനെ ഫാദർ സെഡ് ടു എന്നുള്ള അല്ലെങ്കിൽ പ്രപ്പോസ് അല്ലെങ്കിൽ സജസ്റ്റഡ് എന്ത് വേണമെങ്കിലും വാക്യം മാറ്റാം. അല്ലെങ്കിൽ ടോൾഡ് എന്ന് പറഞ്ഞാലും മതി. ഫാദർ ടോൾഡ് മദർ അല്ലെ, അച്ഛൻ അമ്മയോട് പറഞ്ഞു. എന്താണ്? ടു ലെറ്റ് മീ എന്നുള്ളത് എന്തായിട്ട് മാറും? ഹിം എന്നായി മാറില്ലേ? ഫാദർ ടോൾഡ് മദർ ടു ലെറ്റ് ഹിം ഡു ദ ക്ലീനിങ്. ഇനി ലെറ്റ് അസ് എന്നാണ് ഉപയോഗിക്കുന്നത് വിചാരിക്കാം. ലെറ്റസ് ഉപയോഗിക്കുന്ന വാക്യങ്ങളിൽ ഷുഡ് എന്ന ഓക്സിലിയറി വെർബാണ് ഉപയോഗിക്കുന്നത്. നോക്കാം ഇവിടെ. He said, അവൻ പറഞ്ഞു. Let us watch a movie. നമുക്കൊരു സിനിമ കണ്ടാലോ? നമുക്ക്. ലെറ്റസ് എന്ന് പറയും നമുക്ക്. ലെറ്റ് മീ എന്ന് പറഞ്ഞാൽ എനിക്ക്. അപ്പൊ ഈ വാക്യം നോക്കാം. He said, let us watch a movie. ഈ വാക്യം നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുന്ന എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഈ അവനൊരു നിർദ്ദേശമാണ് വെച്ചത്. അപ്പൊ നമുക്ക് പ്രപ്പോസ്ഡ് എന്നാക്കി മാറ്റാം.
he proposed. കഴിഞ്ഞാൽ that എന്ന് ചേർക്കാം. He proposed that. ഓക്കെ, ഇവിടെ let us എന്നായതുകൊണ്ട് അസിന്റെ സബ്ജക്റ്റീവ് കേസ് എന്ന് പറഞ്ഞാൽ ബി എന്നായിരിക്കും. ബി എന്നുള്ളതിന്റെ സബ്ജക്റ്റീവ് കേസ് ഐ എന്നും അസ് എന്നുള്ളതിന്റെ ബി എന്നും ആയിരിക്കും. നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് he proposed that we. ലെറ്റസ് ഉപയോഗിച്ച വാക്യത്തിൽ നിങ്ങൾ ഷുഡ് എന്ന് ഉപയോഗിച്ചിരിക്കണം. വി കഴിഞ്ഞാൽ ഷുഡ്. ഓക്സിലിയറി ആയിട്ട് ഉപയോഗിക്കേണ്ട ഷുഡാണ്. വി ഷുഡ് വാച്ച് എ മൂവി. He said that we should watch a movie. അടുത്ത നോക്കിയേ, രാജീവ് സെഡ് ടു മീ. രാജീവ് എന്നോട് പറഞ്ഞു let us do our own works. നമുക്ക് നമ്മുടെ സ്വന്തം ജോലി ചെയ്യാം. എങ്ങനെ ഈ വാക്യം നമ്മൾ എഴുതും? രാജീവ് suggested to me അല്ലെങ്കിൽ proposed to me that we should do our own works. We should do our own works. The boy said to me, let us study in peace without talking. Let us study in peace without talking. സംസാരിക്കാതെ നമുക്ക് സമാധാനമായി ഇവിടെ ഇരുന്ന് പഠിക്കാം. എങ്ങനെ പറയും? The boy suggested to me we should study in peace without talking. ഇതാണ് ലെറ്റസ് ഉപയോഗിച്ചുകൊണ്ടുള്ള വാക്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ലെറ്റസ് എന്നാണെങ്കിൽ നിങ്ങൾ ഇൻഡയറക്ട്ലി ഷുഡ് എന്ന് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്ട് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് ഒരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ റിപ്പോർട്ട് ഇപ്പോ നമ്മൾ പറഞ്ഞ ഉദാഹരണങ്ങൾ എഴുതണം. നിങ്ങളുടെ സ്വയം എക്സാമ്പിൾ എന്തെങ്കിലും എഴുതാം. ഒരു 10 എക്സാമ്പിൾ എഴുതാം. അത് അടുത്ത ക്ലാസ്സിൽ പറയാം. നിങ്ങൾ തന്നെ വായിക്കണോ? ഓക്കെ, താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇവിടെ ക്ലാസ് ഇല്ല.
എത്ര